നമുക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ലോട്ടറിക്ക് എന്ത് ചെയ്യും? റേഞ്ച് റോവറോ? ലോട്ടറി ഒന്നും അടിച്ചില്ല, പക്ഷെ ലോട്ടറി പോലൊരു സംഗതി അടിച്ചിട്ടുണ്ട്. എന്റെ പേരാണ് സ്റ്റെഫി ബാബു. റഫേൽ ഈസ് ഗോയിങ് ടു ബോർഡിംഗ്. അങ്ങനെ റഫേലിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കോഫി വാങ്ങാൻ പോലും പറ്റുന്നില്ല ഇവിടെ വന്നിട്ട്. എന്തവസ്ഥ! ഇന്ന് കോഫി വാങ്ങാൻ വേണ്ടി വന്നയാള് കോഫി വാങ്ങാതെ വെള്ളം വാങ്ങുവാണ്. കോൾഡ് കോഫി നമ്മുടെ അടുത്ത കളി. കോൾഡ് കോഫി വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ വളരെ നേരത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത നമ്മുടെ നെഗിൻ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടറും 3-in-1 കോഫി പൗഡറും മിക്സും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് കോഫിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വഴിയരികിൽ ഇരുന്നാണ് കോഫി കുടിക്കുന്നത്. വെൽക്കം ബാക്ക്. നിഖിലേ, നോക്കിയാ നമുക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ലോട്ടറിക്ക് എന്ത് ചെയ്യും? റേഞ്ച് റോവറോ? ലോട്ടറി ഒന്നും അടിച്ചില്ല, പക്ഷെ ലോട്ടറി പോലൊരു സംഗതി അടിച്ചിട്ടുണ്ട്. അതെന്താണാവോ? അതെ, നമുക്ക് ട്രിപ്പ് ഓഫ് ഫ്ലൈയുടെ തായ്ലൻഡ് ഗീവ് അവേ അടിച്ചിട്ടുണ്ട്. നമുക്ക് പോയാലോ? ട്രിപ്പ് ഓഫ് ഫ്ലൈയുടെ ഒരു തായ്ലൻഡ് ഗീവ് അവേ ഉണ്ടായിരുന്നു. അപ്പം ഞാനും അതിൽ പേരൊക്കെ എഴുതി രജിസ്റ്റർ ചെയ്തു, ടാഗൊക്കെ ചെയ്ത് ഫോളോ ഒക്കെ ചെയ്തു. എന്തോ ഭാഗ്യത്തിന് നമുക്കത് കിട്ടി. നമുക്കത് പോയാലോ? ശരിക്കും അതേന്നെ, കിട്ടി. നമ്മളേതായാലും പോയിരുന്നല്ലേ, പോയി കളഞ്ഞേക്കാം. ശരിക്കും കിട്ടി? ആന്നേ, കിട്ടീന്ന്. ഈ ജൂണിൽ തന്നെ അങ്ങ് പോയേക്കാം. Let's check what's in giveaway. Hi, hello everyone, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തായ്ലൻഡ് ട്രിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. നമ്മൾ എങ്ങനെയാണ് തായ്ലൻഡിൽ എത്തിപ്പെട്ടത്, എന്തായിരുന്നു ഗീവ് അവേയിലുള്ള കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ്. നീ തായ്ലൻഡ് അടിച്ചു വിളിച്ചില്ലേ? ഈ ഒരു വിന്നറിനെ സെലക്ട് സ്റ്റെഫി ബാബു, UAE, റാസൽ കൈമ, ഫോട്ടോഗ്രാഫറാണ്, ജ്വല്ലറി ഡിസൈനർ. 3 പേരെ ഇത് ചെയ്തിട്ടുണ്ട്. സ്ക്വിഗ്ലിംഗ് പ്രോഫ്. ഇപ്പൊ അങ്ങനെ വിന്നറിനെ അനൗൺസ് ചെയ്യാം അല്ലെ? എന്റെ പേരാണ് സ്റ്റെഫി ബാബു. സ്ക്വിഗ്ലി പ്രോഫ് എന്നുകൊണ്ടാണ് ID. എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. ട്രിപ്പ് ഓഫ് ഫ്ലൈ നൽകുന്ന ഒരു തായ് പാക്കേജ്. 2 രാത്രി ബാങ്കോക്ക്, 2 രാത്രി ഫൂക്കറ്റ്, പിന്നെ ഫുൾ റൗണ്ട് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മളിപ്പോ പോയിട്ട് വന്നേ ഉള്ളൂ. ട്രിപ്പ് ഓഫ് ഫ്ലൈ അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോ ഗീവ് അവേയും കാണുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നേ വരെ ഒരു ലോട്ടറി പോലും അടിച്ചിട്ടില്ല, ഒരു ഗീവ് അവേ എങ്കിലും അടിക്കണേന്ന്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണോ എന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഒരു ഗീവ് അവേ അടിച്ചിട്ടുണ്ട്. ട്രിപ്പ് ഓഫ് ഫ്ലൈയുടെ വകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതായിരുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ എടുക്കുക. അവിടെ ട്രിപ്പ് ഓഫ് ഫ്ലൈ നമുക്ക് അക്കോമഡേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ പോകേണ്ട സ്ഥലങ്ങളിലെ ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് 2 നൈറ്റ് ഫുക്കറ്റും 2 നൈറ്റ് ബാങ്കോക്കുമാണ്. ഈ ഒരു ട്രാവലില് ഞങ്ങളുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഫ്ലൈറ്റ് ടിക്കറ്റ്, 2 ഫുഡ്, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ്, എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു. പിന്നെ 1 ഡേ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേയിലെ എക്സ്പെൻസസ്, ഫുഡ്, അക്കോമഡേഷൻ, അതുപോലെ തന്നെ ട്രാവൽ, ഇത്രയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ട്രിപ്പ് ഓഫ് ഫ്ലൈ തന്നെയാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. റഫേൽസ് ബോർഡിംഗ്. When we planned this Thailand trip, the first thing that struck us was the boarding of Rafael. Finally, after some Google searches and inquiries, we decided to admit Rafael at Walk and Walk, where he can find some friends during our trip. ഇത് റഫേലിന്റെ ഫസ്റ്റ് ബോർഡിംഗ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ബോർഡിംഗ് ഓഫ് റഫേൽ ഇൻ വിച്ച് ഹി വിൽ ബി സ്റ്റേയിങ് അവേ ഫ്രം us for few days. One good thing about Dubai is pet boarding is available. ദുബായിൽ മാത്രമല്ല, ഇന്ത്യയിലും പെറ്റ് ബോർഡിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ പെറ്റ് ബോർഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലോങ് വെക്കേഷന് പോവാണ്, അല്ലെങ്കിൽ നാട്ടിൽ പോവാണ്, ഹോളിഡേയ്സ് പോവാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പെറ്റ്സിനെ വിശ്വാസ്യതയോടുകൂടി ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് പെറ്റ് ബോർഡിംഗ്. അതായത് നമുക്ക് ഡേ കെയർ ആയിട്ടും കൊടുക്കാം, നൈറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 5-6 ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പെറ്റ്സിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ധൈര്യമായിട്ട് പോകാം. ആദ്യമായിട്ടാണ് റഫേൽ ഇത്രയും ദൂരം കാറിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് റഫേൽ ബോർഡിങ്ങിലും പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ സ്ഥലമെല്ലാം കണ്ടു നോക്കിയപ്പോൾ നമുക്ക് സമാധാനമായി.
അങ്ങനെ റഫേലിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. 10 o'clock ഫ്ലൈറ്റ്. ഞങ്ങൾ ഷാർജയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷാർജയിൽ മോസ്റ്റ്ലി നല്ല ട്രാഫിക്കാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ട്രാഫിക്കിലൊക്കെ കുടുങ്ങി കുറച്ച് വൈകിട്ടാണെങ്കിൽ സമയത്ത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാം പുലാവും ഫ്രൈഡ് ചില്ലി ചിക്കനുമായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞ് കിടന്നുറങ്ങി കുറച്ച് നേരം. എയർ അറേബ്യയിലായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റിൽ ഒരു ഉപകാരം ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ വൈഫൈ ലോഗിൻ ചെയ്ത് ഞങ്ങൾ കയറുമ്പോൾ നമുക്ക് അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കുറച്ച് ചാനൽസും കുറച്ച് ഫിലിംസും റിയാലിറ്റി ഷോസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. ഫുക്കറ്റിൽ നിന്നായിരുന്നു ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഫുക്കറ്റിലാണ്. ഫുക്കറ്റിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഐലൻഡ് ഏരിയയാണ്. മുഴുവൻ നമുക്ക് സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഐലൻഡ്സ് കാണാൻ സാധിക്കും. പോകുന്ന വഴിയാണ് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് ചെട്ടി പോലെയാണ്. അതായത് സീ സൈഡിലാണ് ഇവരുടെ എയർപോർട്ട്. ബോട്ട് ചെട്ടി കിടക്കുന്ന പോലെ കടലിൻ്റെ അടുത്ത്. തായ്ലാൻഡിൽ ആക്ച്വലി വിസ ഫ്രീ എൻട്രി ആണ്. നവംബർ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം വിസ ഫീസൊക്കെ അടയ്ക്കേണ്ടി വരും. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്ന വേഗതയിൽ തന്നെ നമുക്ക് ബാഗേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ബാഗേജ് അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. പിക്ക് ചെയ്ത് പോയാൽ മാത്രം മതി. അതുപോലെ തന്നെ 100 baht നമ്മൾ പെർ പേഴ്സൺ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂ ഒന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അങ്ങനെ ബാഗേജ് എല്ലാം ക്ലെയിം ചെയ്ത് ഞങ്ങൾ എക്സിറ്റ് ആയപ്പോഴേക്കും അവിടുത്തെ ആളുകൾ ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പേരൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ പേരൊക്കെ പിടിച്ചുകൊണ്ട് ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഏതൊരു രാജ്യത്തിലേക്കും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മണി അവിടുത്തെ കറൻസിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കൺവേർട്ട് ചെയ്തിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ അത്രയും മണി വാല്യൂ ഉണ്ടാവണം എന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുന്ന ഉടനെ അവിടുത്തെ ഒരു സിം എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ അതെപ്പോഴും ഉപകരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എയർപോർട്ടിൽ ചെന്ന ഉടനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാബിൽ കുറച്ച് നേരം യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ടീ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ടീ കുടിക്കാൻ പോകുന്ന പോക്കാണിത്. 7-Eleven എന്നാണ് ഈ കടയുടെ പേര്. ഞങ്ങൾക്ക് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം അവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വളരെ തുച്ഛമായ 1-2 വാക്കുകൾ കാണാമെന്നല്ലാതെ ഞങ്ങൾക്കൊന്നും വായിച്ചെടുക്കാൻ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എല്ലാ കോഫി ഷോപ്പിലെയും പോലെ അവിടെ ചെന്നിട്ട് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി എടുത്ത് കൈ തരുന്നതായിരുന്നു ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു കോഫി വാങ്ങാൻ പോലും പറ്റുന്നില്ല ഇവിടെ വന്നിട്ട്. എന്തവസ്ഥ! ഇത് കോഫി വാങ്ങാൻ വേണ്ടി വന്നയാൾ കോഫി വാങ്ങാതെ വെള്ളം വാങ്ങുവാണ്. റീസൺ എന്താണ്? ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ല. A few moments later. കോൾഡ് കോഫി നമ്മുടെ അടുത്ത കളി. കോൾഡ് കോഫി വാങ്ങിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ നിഖിൽ. എനിക്ക് ചിരിക്കാൻ മേല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാവാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ണി കണ്ടതിലെല്ലാം പിടിച്ചു നോക്കി. അപ്പോൾ ആദ്യം കോഫിയാണെന്ന് എഴുതി എടുത്തത് തണുത്ത കോഫിയായിരുന്നു, കോൾഡ് കോഫി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ എവിടെയൊക്കെ തപ്പിയപ്പോൾ ഹോട്ട് വാട്ടർ കിട്ടി. One eternity later. അങ്ങനെ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടറും പിന്നെ 3-in-1 മിക്സും കോഫി മിക്സും വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ആദ്യം എടുത്ത കോൾഡ് കോഫി എനിക്ക് പാസ് ചെയ്ത് നല്ല ഹോട്ട് വാട്ടറിൽ 3-in-1 ഒക്കെ മിക്സ് ചെയ്ത് ആൾ കോഫിയൊക്കെ കുടിച്ചു. പക്ഷേ എന്ത് ചെയ്യാം, തായ് ടേസ്റ്റ് ആയിരുന്നു. വലിയ മെച്ചം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുക്കറ്റിൽ ചെന്നിറങ്ങിയെങ്കിലും വേറൊരു രാജ്യത്ത് ചെന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പച്ചപ്പും ഹരിതാപയൊക്കെ തന്നെയായിരുന്നു. അവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റൈലിലൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് ആയിരുന്നു. ഇംഗ്ലീഷിനേക്കാളും അവർ ഇമ്പോർട്ടൻസ് നൽകിയത് അവരുടെ ലാംഗ്വേജിനായിരുന്നു. സോ ദിസ് ഈസ് ഹൗ വി എൻഡഡ് അപ്പ് ഇൻ തായ്ലാൻഡ്. ഫസ്റ്റ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത വ്ലോഗുമായി വരുന്നവരേക്കും ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.